ചെറുപ്പക്കാരാ, നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികള് അവരുടെ ഉപ്പമാര് കൈപിടിച്ചു തരുമ്പോ, മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളയാണ്. ഇന്നലെ വരെ അവൾ എന്റെ വീടിന്റെ അകത്തട്ടിൽ കരഞ്ഞില്ലല്ലോ, അവള് വിഷമിച്ചില്ലല്ലോ, അവള് നൊമ്പരപ്പെട്ടില്ലല്ലോ. ഇനി മുതൽ നിന്റെ ഉത്തരവാദിത്തമാ. അല്ലാ, അവക്ക് ഒരാളുമില്ല. അവള് നിന്റെ വീട്ടിലേക്ക് വന്നാൽ അവളെ ബാപ്പയാകുന്ന ഞാനില്ല, അവളെ ഉമ്മയില്ല, അവളെ ആങ്ങളമാരില്ല, അവളെ സഹോദരങ്ങളില്ല. നിന്നെ വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുന്നവരാ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്ത അടുത്തൊരു വാക്കുണ്ട്. നിന്റെ ഉമ്മയോടും നിന്റെ ബാപ്പയോടും നിന്റെ സഹോദരങ്ങളോടും നിന്റെ കൂടപ്പിറപ്പുകളോടും ചേർന്നുകൊണ്ട് നീ കൊണ്ടുപോയ പെണ്ണുണ്ടല്ലോ, അവളെ ഒറ്റപ്പെടുത്തല്ലേ സഹാബാ. പടച്ചവനെ, ഇന്ന് പല വീടുകളിലും, ഇവിടെ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് പല വീടുകളിലും പല പാവപ്പെട്ട പെണ്ണുങ്ങളും പല പാവപ്പെട്ട സഹോദരിമാരും അല്ലാഹുവേ സങ്കടത്തിലാണ്, വേദനയിലാണ്, വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. സ്വന്തം ഉമ്മയോട് പരാതി പറയാൻ പറ്റുമോ? ബാപ്പയോട് പരാതി പറയാൻ പറ്റുമോ? കാരണം എന്തെന്നറിയുമോ? പുന്നാര മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എത്രയോ നൊമ്പരപ്പെട്ടിട്ടാണ്, എത്രയോ സങ്കടപ്പെട്ടിട്ടാണ്, എത്രയോ വേദന സഹിച്ചിട്ടാണ്, ആളുകളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാ ഒരു പവന്റെ സ്വർണമുണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം കണ്ടു വളർന്ന പെൺകുട്ടി അവിടെ നിന്ന് മറി വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ, അല്ലാ അല്ലാ, അവളെ നീ ഒറ്റപ്പെടുത്തരുത് അലിയേ, എന്റെ ഫാത്തിമ പാപമാ, അവളെ നീ ഒറ്റപ്പെടുത്തല്ലേ അലിയേ.